ഹായ് വ്യൂവേഴ്സ്, IT അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഡൈസ് ആൻഡ് ഡൈ സ്റ്റോക്ക് എന്ന ടോപ്പിക്കിലാണ് എടുക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. നമുക്കറിയാം, നമുക്ക് സാധാരണഗതിയിൽ ഒരു ഇൻറ്റേർണൽ ത്രെഡിങ്ങും എക്സ്റ്റേണൽ ത്രെഡിങ്ങും ഉണ്ട്. ഒരു ബോൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ബോൾട്ടിൻ്റെ പുറത്താണ് ത്രെഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു നെട്ട് ഉണ്ടാക്കാൻ വേണ്ടി നെറ്റിൻ്റെ ഉള്ളിൽ ത്രെഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബോൾട്ട് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്നു? പുറത്ത് ത്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ പുറത്ത് ത്രെഡ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണ് ഡൈ. ത്രെഡിങ് ഡൈസ് ആർ യൂസ്ഡ് ടു കട്ട് എക്സ്റ്റേണൽ ത്രെഡ്സ് ഓൺ സിലിണ്ടറിക്കൽ വർക്ക് പീസസ്. ത്രെഡിങ് ഡൈസ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ഒരു സിലിണ്ടറിക്കലിൻ്റെ പുറത്ത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡൈസ് ആർ മെയ്ഡ് ഓഫ് ഹൈ സ്പീഡ് സ്റ്റീൽ. ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായി ഹൈ സ്പീഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഡൈ. ഡൈ പ്രധാനമായി പലതരത്തിലുണ്ട്. ദി ഫോളോയിങ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡൈ. ഇതൊക്കെയാണെന്ന് നമുക്ക് ഡൈസ് നോക്കാം. സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, അതിന് മറ്റൊരു പേരാണ് ബട്ടൺ ഡൈ. ഹാഫ് ഡൈ, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. 3 തരത്തിലുള്ള ഡൈ ആണ്: സർക്കുലർ സ്പ്ലിറ്റ് ഡൈ, ഹാഫ് ഡൈ, അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. ഇത് ഓരോന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ്, സർക്കുലർ സ്പ്ലിറ്റ് ഡൈ ഓർ ബട്ടൺ ഡൈ. ദിസ് ഹാസ് ടു സ്ലോട്ട് കട്ട് ടു പെർമിറ്റ് സ്ലൈറ്റ് വേരിയേഷൻ സൈസ്. ആ ചിത്രം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ ഡൈ റൗണ്ട് ഷേക്കാണ്, സർക്കുലർ ഷേപ്പാണുള്ളത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ സൈസിൻ്റെ വേരിയേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം, ത്രെഡിൻ്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ആ സ്ലോട്ട് ഒന്നുകൂടി സ്ക്രൂ ഉപയോഗിച്ച് അടുപ്പിക്കുമ്പം അത് സ്ലോട്ട് ഒന്നുകൂടി അടുത്ത് വരികയും അപ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി ആ താഴെ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഡൈ സ്റ്റോക്ക് ശ്രദ്ധിക്കുക. അതിന് 3 സ്ക്രൂ കാണാൻ പറ്റും. ഇനി 2 ഭാഗത്തുള്ള സ്ക്രൂ തിരിക്കുമ്പം ഈ സ്ലോട്ട് വളരെ ഒന്നുകൂടി അടുത്ത് വരികയും ഡെപ്ത് കൂടുകയും ചെയ്യുന്നു. വെൻ ഹെൽഡ് ഇൻ ദ ഡൈ സ്റ്റോക്ക്, വേരിയേഷൻ ഇൻ ദ സൈസ് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് ദ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ. ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ തിരിച്ചതിന് ശേഷം നമുക്ക് സൈസ് വാരി ചെയ്യാൻ പറ്റും. ദിസ് പെർമിറ്റ്സ് ദ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓഫ് ദി ഡെപ്ത് ഓഫ് കട്ട്. ആ കട്ടിൻ്റെ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഓരോ സൈസ്, ഇപ്പം ഉദാഹരണമായിട്ട് M10 എന്നുള്ള ഡൈ ആണെങ്കിൽ M10 എന്നുള്ള ത്രെഡിന് കുറച്ച് ഡെപ്ത് കുറച്ച് കൂട്ടാനും കുറച്ച് കുറയ്ക്കാനൊക്കെ ഇത് ഉപയോഗിച്ച് പറ്റും. When the side screws are tightened, the die will close slightly for adjusting the depth of the cut. The center screw is advanced lock the group. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡെപ്ത് കൂട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആ സൈഡിലുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്യുകയും അപ്പോൾ അത് ടൈറ്റ് ചെയ്ത് കറക്റ്റായ ശേഷം മാത്രം അതിൻ്റെ സെൻറ്ററിലെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ആക്കുകയും ചെയ്യുന്നു. ദിസ് ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് ഈസ് കാൾഡ് ബട്ടൺ പാറ്റേൺ സ്റ്റോക്ക്. ഇതിന് മറ്റൊരു പേരാണ് ബട്ടൺ പാറ്റേൺ സ്റ്റോക്ക് എന്നും പറയുന്നു. അടുത്തത് പറയുന്നത് ഹാഫ് ഡൈ. ചിത്രം ശ്രദ്ധിക്കുക, 2 ഹാഫായിട്ടുള്ള ഡൈ ആണ് ഹാഫ് ഡൈ എന്ന് പറഞ്ഞത്. ഹാഫ് ഡൈസ് ആർ സ്ട്രോങ്ങർ ഇൻ കൺസ്ട്രക്ഷൻ. ഇത് കുറച്ചും കൂടി കൺസ്ട്രക്ഷൻ സ്ട്രോങ്ങറാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഈസിലി ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ ഡെപ്ത് ഓഫ് കട്ട്. നമുക്ക് കട്ടിൻ്റെ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കാനും ഒരു സ്ക്രൂ അതിൽ കാണാൻ പറ്റും. ആ സ്ക്രൂ ഉപയോഗിച്ച് പെട്ടെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡെപ്ത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. These dies are available in matching pairs and should be used together. ഇതിന് മാച്ചിങ് പെയറായിട്ടാണ് ഇതിൽ വരുന്നത്. ഓരോന്നിനും കറക്റ്റായിട്ടുള്ള പെയറായിട്ട് ഇതിൽ വരുന്നിട്ടുണ്ട്. 2 പീസ് ഇതിൽ വരുന്നുണ്ട്. ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്ക്രൂ ഓഫ് ദി ഡൈ സ്റ്റോക്ക്, ദ ഡൈ പീസസ് ക്യാൻ ബി ബ്രോട്ട് ക്ലോസർ. നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഡൈ പീസ് പുറത്തേക്ക് തള്ളാനും ഉള്ളിലേക്ക് വലിക്കാനൊക്കെ നമുക്ക് ഈ സ്ക്രൂസ് ഉപയോഗിക്കാം. ദ നീഡ് സ്പെഷ്യൽ ഡൈ ഹോൾഡർ. ഇതിന് സ്പെഷ്യൽ ഡൈ ഹോൾഡർ ഇതിന് ആവശ്യമാണ്. അടുത്തതായിട്ട് അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ. അഡ്ജസ്റ്റബിൾ സ്ക്രൂ പ്ലേറ്റ് ഡൈ അതിൽ വേറെ തരത്തിലുള്ള ഡൈ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ 3 പീസായിട്ടാണ് ഇത് വരുന്നത്. അടിയിലൊരു ഹോൾഡർ ഉണ്ടായിരിക്കും. അതിൽ സെൻറ്ററിൽ കാരുന്ന ഡൈ പീസ് ഇറക്കി വയ്ക്കുന്നു. അതിനുശേഷം മുകളിലുള്ള ഗേറ്റ് പ്ലേറ്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുന്നു. ഇങ്ങനെ 3 പീസായിട്ട് 3 സെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. ദിസ് ഈസ് അനദർ ടൈപ്പ് ഓഫ് 2 പീസ് ഡൈ സിമിലർ ടു ഹാഫ് ഡൈ. ഹാഫ് ഡൈനെ പോലെ തന്നെ ഇത് 2 പീസായിട്ടാണ് ഇത് വരുന്നത്. ദിസ് പ്രൊവൈഡ്സ് ഗ്രേറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ദാൻ സ്പ്ലിറ്റ് ഡൈ.
ഇത് സ്പ്ലിറ്റ് ഡൈനേക്കാളും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ സാധ്യമാണ്. The two die halves are held securely in a collar by means of a threaded gauge plate which also act as a guide while threading. അപ്പോൾ ഇതിന് 2 ഹാഫ്സ് ഉണ്ടാവും. ഇതിന് താഴെ കാണുന്ന പാർട്ടിൽ ഈ 2 ഡൈ പീസ് ഇറക്കി വെക്കുന്നു. അതിനുശേഷം മുകളിൽ കാണുന്ന ഗേജ് പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ ഗേജ് പ്ലേറ്റ് ഈസ് ടൈറ്റൻഡ് ആഫ്റ്റർ പ്ലേസിംഗ് ദ ഡൈ പീസസ് ഇൻ ദ കോളർ, ദി ഡൈ പീസസ് ആർ കറക്റ്റ്ലി ലൊക്കേറ്റഡ് റിജിഡ് ഹെല്ലി. അതിനുശേഷം ഡൈ പീസസ് ശരിയായിട്ട് ടൈറ്റായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു. അതാണ് ഇത് ചെയ്യുന്നത്. ഹെൽഡ്. ദ ഡൈ പീസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് യൂസിങ് എ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഓർ കോട്ടർ. ഈ ഡൈ പീസസ് നമുക്ക് ഡൈ വെച്ചിട്ട് നമുക്ക് ശരിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ടൈപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക് യൂസ്ഡ് ടു കാൾഡ് ക്യുക്ക് കട്ട് ഡൈ സ്റ്റോക്ക്. ഇതിന് ക്യുക്ക് കട്ട് ഡൈ സ്റ്റോക്ക് എന്നും അറിയപ്പെടുന്നു. ഇത് ഫിറ്റ് ചെയ്തുള്ള ഒരു ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ദ ബോട്ടം ഓഫ് ദ ഡൈ ഹാഫ്സ് ഈസ് ടാപ്പേഡ് ടു പ്രൊവൈഡ് ദ ലീഡ് ഫോർ സ്റ്റാർട്ടിങ് ദ ത്രെഡ്. അപ്പോൾ ഏത് ഡൈ ആയാലും അതിന് ഒരു ഭാഗം ടാപ്പർ ഉണ്ടാവും ചെറിയ. ആ ടാപ്പറുള്ള ഭാഗമാണ് ആദ്യം നമ്മൾ സിലിണ്ടറിലേക്ക് ഇറക്കി വെക്കുന്നത്. നമ്മൾ ആ കാണുന്ന റൗണ്ട് പീസിന് മുകളിലേക്ക് ഈ ടാപ്പർ സൈഡാണ് ഇറക്കി വെക്കുന്നത്. കാരണം ടാപ്പ് നമുക്ക് സെറ്റ് ഓഫ് 3 ആയിട്ട് വരുന്നുണ്ട്, എന്നാൽ ഡൈ എന്ന് പറഞ്ഞാൽ ഒറ്റ പീസായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എപ്പോഴും ടാപ്പറായിരിക്കും. ഓൺ ദ വൺ സൈഡ് ഓഫ് ദി ഈച്ച് ഡൈ ഹെഡ് ദ സീരിയൽ നമ്പർ സ്റ്റാമ്പ്ഡ്. ഇതിൻ്റെ ഓരോ ഭാഗത്തിന് സീരിയൽ നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ടാവും. ബോത്ത് പീസസ് ഷുഡ് ഹാവ് സെയിം സീരിയൽ നമ്പർ. രണ്ടിനും ഒരേ സീരിയൽ നമ്പർ ആയിരിക്കും. അടുത്ത ഡൈ നെറ്റ്. അതിന് മറ്റൊരു പേരാണ് സോളിഡ് ഡൈ. ദ ഡൈ നെറ്റ് ഈസ് യൂസ്ഡ് ടു ചേസിങ് ഓർ റീകണ്ടീഷനിങ് ദ ഡാമേജ് ത്രെഡ്. ഏതെങ്കിലും നമ്മളൊരു ഡൈ ഒരു ത്രെഡ് ചെയ്ത നട്ടോ ബോൾട്ടോ അതിൻ്റെ ത്രെഡ് ഡാമേജ് വരികയാണെങ്കിൽ ആ ഡാമേജ് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഡൈനട്ട്. ഡൈനട്ട്സ് ആർ നോട്ട് ടു ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് ന്യൂ ത്രെഡ്. ഒരു പുതിയ ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡൈനട്ട് ഉപയോഗിക്കാറില്ല. ദീസ് ഡൈനട്ട്സ് ആർ അവൈലബിൾ ഫോർ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സൈസ് ഓഫ് ത്രെഡ്. വ്യത്യസ്ത ത്രെഡുകൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡൈനട്ട് അവൈലബിൾ ആണ്. ദ ഡൈനട്ട് ആർ ടേൺഡ് വിത്ത് എ സ്പാനർ. ഇത് നമ്മൾ സ്പാനർ ഉപയോഗിച്ചാണ് തിരിക്കുന്നത്. അപ്പോൾ ഡൈനട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരിക്കൽ ത്രെഡ് ചെയ്ത എന്തെങ്കിലും കൂടിയതോ അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടുള്ള ത്രെഡ് റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡൈനട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് പറയുന്നത് ബ്ലാങ്ക് സൈസ് ഫോർ എക്സ്റ്റേണൽ ത്രെഡിങ്. ഇപ്പോൾ എന്താണ് ബ്ലാങ്ക് സൈസ് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ഫ്രം പ്രാക്ടീസ് ദാറ്റ് ദ ത്രെഡഡ് ഡയമീറ്റർ സ്റ്റീൽ ബ്ലാങ്ക്സ് ഷോ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. നമുക്ക് ഇപ്പോൾ 10 mm M10 എന്നുള്ള ഒരു ഡൈ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ കറക്റ്റ് M10 റോഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ത്രെഡ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ അളവ് 10ൻ്റെ അളവിൽ കൂടും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസംബ്ലിക്ക് ഡിഫിക്കൽട്ട് വരും. സച്ച് ഇൻക്രീസ് ഇൻ ഡയമീറ്റർ വിൽ മേക്ക് അസംബ്ലി ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ത്രെഡ് കോംപ്ലക്സ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെ കറക്റ്റ് അളവിൽ നമുക്ക് ത്രെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ത്രെഡ് ഉപയോഗിച്ച് അസംബ്ലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അതിൻ്റെ ത്രെഡൊക്കെ കറക്റ്റ് ഷാർപ്പ് പോയിൻ്റ് ആയിരിക്കും, കുറച്ച് സൈസ് കൂടി നിൽക്കും. ടു ഓവർകം ദിസ് ദ ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഈസ് സ്ലൈറ്റ്ലി റെഡ്യൂസ്ഡ് ബിഫോർ കമൻസിങ് ദ ത്രെഡിങ്. അപ്പോൾ ത്രെഡിങ് ഇതൊഴിവാക്കാൻ വേണ്ടി ത്രെഡിങ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ സൈസ് ചെറിയ അളവിലൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കും. ഇതിന് ബ്ലാങ്ക് സൈസ് എന്നാണ് പറയാം. ബ്ലാങ്ക് സൈസ് ത്രെഡ് സൈസ് മൈനസ് 0.1 ഇൻറ്റു പിച്ച് ഓഫ് ത്രെഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാങ്ക് സൈസ് നമുക്കറിയാം. ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഒരു പീസ്, ആ പീസിനാണ് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയാം. ത്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റൗണ്ട് പീസ്, ഇതിനാണ് നമ്മൾ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ ബ്ലാങ്കിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഡൈയുടെ സൈസിനേക്കാൾ ചെറിയൊരളവ് കുറച്ച് കൊടുക്കുന്നു. ആ കുറച്ച് അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് സൈസ് എത്രയാണെന്ന് പറയുന്നത്. ബ്ലാങ്ക് സൈസ് ഈസ് ഈക്വൽ ടു ത്രെഡ് സൈസ് മൈനസ് 0.1 ഇൻറ്റു പിച്ച് ഓഫ് ത്രെഡ്. ത്രെഡ് സൈസ് എന്ന് പറഞ്ഞാൽ ഡൈ സൈസ്. ഈ ഡൈയുടെ സൈസിൽ നിന്ന് പിച്ചിൻ്റെ 10-1 കുറയ്ക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ ബ്ലാങ്ക് സൈസ് കിട്ടും. ദ ഡയമീറ്റർ ഓഫ് ദ ബ്ലാങ്ക് ഷുഡ് ബി ലെസ് ബൈ 1/10 ഓഫ് ദ പിച്ച് ഓഫ് ത്രെഡ്. ആ പിച്ച് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പറയാം എന്താണെന്ന്. ഒരു ത്രെഡിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു ത്രെഡിൻ്റെ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് പിച്ച് എന്ന് പറഞ്ഞത്. അപ്പോൾ പിച്ചിൻ്റെ 10-1 ഡൈ സൈസിൽ നിന്ന് കുറയുന്നു. എക്സാമ്പിൾ,
For cutting the thread of M12 with 1.75 pitch, diameter of the blank is 11.8. അപ്പോൾ നമ്മൾ M12 ഇൻറ്റു 1.75, M12 എന്ന് പറഞ്ഞാൽ ഡൈയുടെ സൈസ് അല്ലെങ്കിൽ ത്രെഡ് സൈസ്, 1.75 എന്ന് പറഞ്ഞാൽ പിച്ച്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബ്ലാങ്ക് സൈസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ D is equal to D minus P/10. അപ്പോൾ അതിൽ D എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ബ്ലോക്ക് ലെറ്റർ D എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സൈസ് ആണ്. സ്മാൾ ലെറ്റർ D എന്ന് പറഞ്ഞാൽ ത്രെഡ് സൈസ് ഇവിടെ ഉള്ളത് 12 ആണ്. 12 മൈനസ് P/10, 1.75 ആണ് പിച്ച്. അപ്പോൾ 1.75 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 0.175. അപ്പോൾ 12 മൈനസ് 0.175 ഈസ് ഈക്വൽ ടു 11.825 അല്ലെങ്കിൽ 11.8 എന്നുള്ള ഡേറ്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ബ്ലോക്ക് ലെറ്റർ D എന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് ഡയമീറ്റർ ആണ്. സ്മാൾ ലെറ്റർ D എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ടാണ്. P എന്ന് പറഞ്ഞാൽ പിച്ച് ഓഫ് ദ ത്രെഡ് ആണ്. ഇത് ഓർത്ത് വയ്ക്കുക. ഇതിൽ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ബ്ലാങ്ക് സൈസ് ഫോർ പ്രിപ്പയറിംഗ് ബോൾട്ട് M16 ഇൻറ്റു 1.5. M16 ഇൻറ്റു 1.5 എന്ന് പറഞ്ഞാൽ 16 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ 10 എന്നുള്ള ഇതാണ് കൊടുത്തത്. 16 നിന്ന് 1.5 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കുറയ്ക്കണം. അപ്പം 16 മൈനസ് 0.15 ഈസ് ഈക്വൽ ടു 15.85 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ അതിൽ അടുത്ത കണക്ക് കാൽക്കുലേറ്റ് ദി ബ്ലാങ്ക് സൈസ് ഫോർ പ്രിപ്പയറിംഗ് ബോൾട്ട് ഫോർ M18/2. അപ്പോൾ M18/2 എന്നുള്ള ഇതിന് നമുക്ക് കിട്ടുമ്പോൾ M18 എന്ന് പറഞ്ഞാൽ അത് ത്രെഡ് സൈസ് ആണ്. അതിൽ കുറച്ച് അളവ് കുറച്ചിട്ട് മാത്രമേ നമ്മൾ ബ്ലാങ്ക് സൈസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എത്ര അളവ് കുറയ്ക്കണം? M18 നിന്ന് പിച്ചിൻ്റെ 10/1. അപ്പോൾ M18 മൈനസ് 2/10. 18 മൈനസ് 2/10 എന്ന് പറഞ്ഞാൽ 18 മൈനസ് 0.2 ഇസ് ഈക്വൽ ടു 17.8. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അടുത്തത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഒരു ഡൈ ചെയ്യേണ്ട സ്റ്റെപ്പാണ് പറയുന്നത്. ഒരു ഡൈ ചെയ്യേണ്ട സ്റ്റെപ്പ്. ഫസ്റ്റ്, ഫിക്സ് ദ ഡൈ ഇൻ ദ ഡൈ സ്റ്റോക്ക് ആൻഡ് പ്ലേസ് ദ ലീഡിങ് സൈഡ് ഓഫ് ദി ഡൈ ഓപ്പോസിറ്റ് ദി സ്റ്റെപ്പ് ഓഫ് ഡൈ സ്റ്റോക്ക്. ആ ഡൈ സ്റ്റോക്കിൽ കറക്റ്റായിട്ട് ഡൈ ഫിറ്റ് ചെയ്യുന്നു. കറക്റ്റ് ലെവലിൽ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത്, പ്ലേസ് ദ ലീഡിങ് സൈഡ് ഓഫ് ദി ഡൈ ഇൻ ദ ചാംഫർ ഓഫ് ദി വർക്ക്. ആ കുറച്ച് നമുക്ക് അതിൽ ചെയ്യുമ്പോൾ വർക്ക് പീസ് ആദ്യം കുറച്ച് ചാംഫർ ചെയ്ത് കൊടുക്കണം, ശരിക്ക് ഡൈ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചെരിഞ്ഞ ഭാഗം കറക്റ്റായിട്ട് ആ വർക്കിലേക്ക് അഭിമുഖമായിട്ട് തന്നെ ഡൈ ഫിറ്റ് ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് ദ ഡൈ ഫുള്ളി ഓപ്പൺ ബൈ ടൈറ്റനിങ് ദ സെൻറ്റർ സ്ക്രൂ ഓഫ് ഡൈ സ്റ്റോക്ക്. ഇത് ഡൈ ചെയ്യുന്നതിന് മുമ്പ് ആ സെൻറ്റർ സ്ക്രൂ ടൈറ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. സെൻറ്റർ സ്ക്രൂ ടൈറ്റായാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് ഡൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ട് ദ ഡൈ സ്ക്വയർ ടു ബോൾട്ട് സെൻറ്റർ ലൈൻ. ആ ബോൾട്ടിൻ്റെ കറക്റ്റ് സെൻറ്റർ ലൈൻ 90 ഡിഗ്രിയിൽ മാത്രം ഡൈ ചെയ്യുക. അപ്ലൈ പ്രഷർ ഓൺ ദ ഡൈ സ്റ്റോക്ക് ഈവൻലി ആൻഡ് ടേൺ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടു അഡ്വാൻസ് ദ ഡൈ ഓൺ ദ ബോൾട്ട് ബ്ലാങ്ക്. അതിൽ ക്ലോക്ക് വൈസിൽ തിരിച്ചതിന് ശേഷം നമ്മൾ ഡൈ ചെയ്യുക. ഇടയ്ക്ക് റിട്ടേൺ തിരിക്കുകയും ചെയ്യുക കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കട്ട് സ്ലോലി ആൻഡ് റിവേഴ്സ് ദ ഡൈ ഫോർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ഇൻ ഓർഡർ ടു ബ്രേക്ക് ദ ചിപ്സ്. ഇപ്പോൾ കുറച്ച് നമുക്ക് ക്ലോക്ക് വൈസ് ഇരിക്കുമ്പോൾ കുറച്ച് ആൻറ്റി ക്ലോക്ക് നമുക്ക് ഡ്രൈവിംഗ് വീൽ തിരിക്കുന്ന പോലെ രണ്ട് ഭാഗത്തേക്കും ഒരേപോലെ തിരിച്ച് ഇടയ്ക്ക് ക്ലിയർ ചെയ്യാം. ഇൻക്രീസ് ദ ഡെപ്ത് ഓഫ് ദ കട്ട് ഗ്രാജ്വലി ബൈ അഡ്ജസ്റ്റിംഗ് ദ ഔട്ടർ സ്ക്രൂ. പുറത്തുള്ള സ്ക്രൂ തിരിച്ചതിന് ശേഷം കുറച്ച് ഡെപ്ത് നമ്മൾ കൂട്ടി കൊടുക്കുക. ചെക്ക് ദ ത്രെഡ് വിത്ത് എ മാച്ചിങ് നെറ്റ്. നമുക്കൊരു മാച്ചിങ് നെറ്റ് തിരിച്ചിട്ട് റെഡിയാണെന്ന് ഉറപ്പ് വരുത്തുക. റിപ്പീറ്റ് ദ കട്ടിങ് അണ്ടിൽ ദ നെറ്റ് മാച്ചസ്. ആ നെറ്റ് കറക്റ്റായിട്ട് മാച്ച് ആവുന്നവരെ നമുക്കിത് തുടരാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ്റ്റേണൽ ത്രെഡിങ് ഉപയോഗിച്ച ഡൈ ആണ്. ഡൈനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ ബ്ലാങ്ക് സൈസ് പറഞ്ഞു, ഒരു ഡൈയിങ് പ്രൊസീജിയർ പറഞ്ഞു. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ്.